ലെറ്റ്സ് മെഷർ അളന്ന് കുറിക്കാം എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ അടിപൊളിയായിട്ട് ലൈവിലൂടെ പഠിച്ചു കഴിഞ്ഞു. ഇനി ആ ഒരു ചാപ്റ്ററിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് മക്കൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആക്ടിവിറ്റിയിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. കുറേ ഒബ്ജക്ട്സ്, കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ട്. എന്തൊക്കെയാണ് ഇവിടെ? ഷാർപ്നർ ഉണ്ട്, പിന്നെ അതുപോലെ പേനയുണ്ട്, ഇറേസർ ഉണ്ട്, പെൻസിൽ ഉണ്ട്, ഒരു ഇലയുണ്ടല്ലേ, ഒരു ലീഫ് ഉണ്ട്. നമ്മളോട് ചോദിച്ചത് എന്താണെന്ന് വെച്ചാൽ വിച്ച് ഈസ് ദ ലോങ്സ്റ്റ്, ഈ കൂട്ടത്തിൽ ഏറ്റവും നീളം കൂടിയത് ആർക്കാണ്? അതേപോലെ വാട്ട് ഈസ് ഇറ്റ്സ് ലെങ്ത്, അതിൻ്റെ നീളം എത്രയാണ്? ഇതൊക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും നീളം എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു സ്കെയിൽ അളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് സൈഡിൽ. 0 തൊട്ട് 15 15 വരെ അവിടെ സെൻറ്റിമീറ്റർ ഉള്ള സ്കെയിലാണ്. ആദ്യം നമുക്ക് ഈ ഷാർപ്നർ അങ്ങോട്ട് അളക്കാം. ഓക്കെ, അപ്പോൾ ഷാർപ്നർ തുടങ്ങുന്നത് എവിടുന്നാണ് മക്കളെ? ഈ 8 സെൻറ്റിമീറ്റർ എന്നാണ് തുടങ്ങുന്നത്. അതിൻ്റെ നീളം അവസാനിക്കുന്നത് 11 സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ ആ ഷാർപ്നറിൻ്റെ നീളം എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ അവസാനിക്കുന്നതിൽ നിന്ന് എന്ത് ചെയ്യുക, ആ തുടങ്ങിയ ആ ഒരു സെൻറ്റിമീറ്റർ എത്രയാണോ അതങ്ങോട്ട് കുറച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ 8 നിന്നാണ് തുടങ്ങുന്നത്, 11 അവസാനിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷാർപ്നറിൻ്റെ ലെങ്ത് എന്ത് ചെയ്യാം? 11 സെൻറ്റിമീറ്ററിൽ നിന്ന് ആ 8 സെൻറ്റിമീറ്റർ അങ്ങോട്ട് എന്ത് ചെയ്യാം, നമുക്ക് കുറയ്ക്കാം. ഓക്കെ, അതാ മിസ് ഇവിടെ എഴുതാം. 11 നിന്ന് 8 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3 എന്ന് കിട്ടും. അതായത് 3 സെൻറ്റിമീറ്റർ ആണ് എന്തിൻ്റെ നീളം? നമ്മുടെ ഷാർപ്നറിൻ്റെ നീളം. അപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്റർ മിസ് ഇവിടെ മാർക്ക് ചെയ്യുക കേട്ടോ, 3 സെൻറ്റിമീറ്റർ. ഇനി അടുത്തതായിട്ട് ഒരു പേനയാണ്. ആ പേനയുടെ നീളം തുടങ്ങുന്നത് ഇവിടെ മക്കളെ 2 സെൻറ്റിമീറ്ററിൽ തുടങ്ങിയിട്ട് എവിടം വരെയുണ്ട്? 15 സെൻറ്റിമീറ്റർ വരെ ഉണ്ട്. എങ്കിൽ ആ പെന്നിൻ്റെ നീളം എത്രയാണ്? പെന്നിൻ്റെ നീളം നമുക്കൊന്ന് കൂട്ടിയാലോ? പേനയുടെ നീളം 15 സെൻറ്റിമീറ്റർ അവസാനിക്കുന്നുണ്ട്. തുടങ്ങുന്നത് എവിടെ നിന്നാണ്? 2 സെൻറ്റിമീറ്ററിലാണ്. സോ 15 - 2, 15 നിന്ന് 2 പോയി കഴിഞ്ഞാൽ നമുക്ക് 13 കിട്ടും. 13 സെൻറ്റിമീറ്റർ. ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചതൊക്കെ ആരൊക്കെയാണ്? ഇത് നമ്മുടെ ഷാർപ്നറാണ്, ഷാർപ്നർ. ഓക്കെ, ഇനി അടുത്ത നമ്മൾ കണ്ടുപിടിച്ചത് പെന്നാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അടുത്തത് ഇറേസർ ആണ്. ഓക്കെ, നമ്മുടെ റബ്ബർ. ഓക്കെ, അപ്പോൾ ഇറേസറിൻ്റെ നമുക്ക് ഇനി കണ്ടുപിടിക്കാം. ഇറേസർ തുടങ്ങുന്നത് എവിടെ നിന്നാണ് മക്കളെ? നോക്കിയോ, ഇറേസർ തുടങ്ങുന്നത് നമ്മുടെ 0 നിന്നാണ്, 0 നിന്ന് തുടങ്ങി. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് മൈനസ് ചെയ്യാനൊന്നുമില്ല. 0 നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എവിടം വരെയാണ്? 4 വരെയാണ്. അപ്പോൾ അതിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ് മക്കളെ? 4 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കത് വേഗം പറയാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് 4 - 0 എന്ന് എഴുതണമെങ്കിൽ എഴുതാം. അപ്പോൾ 4 സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ ഇറേസറിൻ്റെ നീളം. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ആരാണ്? ഇവിടെ ഒരു പെൻസിൽ വന്നിട്ടുണ്ട്. ഇനി പെൻസിലിൻ്റെ നീളം നമുക്ക് കണ്ടുപിടിക്കാം. പെൻസിലിൻ്റെ നീളം എവിടെ നിന്നാണ് തുടങ്ങുന്നത്? പെൻസിൽ തുടങ്ങുന്നത് ഇവിടെ 2 സെൻറ്റിമീറ്ററിലാണ്. അവസാനിക്കുന്നതോ അതിൻ്റെ നീളം 14 സെൻറ്റിമീറ്ററിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ 14 നിന്ന് 2 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 14 - 2 12 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. 12 സെൻറ്റിമീറ്ററാണ് ആ പെൻസിലിൻ്റെ നീളം. ഇനി അടുത്തത് ആരാണ്? അവസാനമായിട്ട് ഒരു ലീഫാണ്, ഒരു ഇലയാണ്. ആ ഇല തുടങ്ങുന്നത് എവിടെ നിന്നാണ് മക്കളെ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ മുതൽ എവിടെ അവസാനിക്കുന്നു? 10 സെൻറ്റിമീറ്ററിൽ അവസാനിക്കുന്നു. എങ്കിൽ ഇലയുടെ നീളം നമുക്ക് എഴുതാം. ഇവിടെ ഇലയുടെ നീളം, ലീഫ്, ഇലയുടെ നീളം എത്രയാണ് മക്കളെ? 5 സെൻറ്റിമീറ്ററിൽ തുടങ്ങി, എന്നിട്ട് 10 അവസാനിക്കുന്നത്. സോ 10 - 5 എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. അങ്ങനെ ഓരോ വസ്തുക്കളുടെയും നീളം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും നീളം കൂടിയത് ആർക്കാ? 3 ആണോ, 13 ആണോ, 12 ആണോ, 4 ആണോ, 5 ആണോ? അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും നീളം ആർക്കാണ്? 13 സെൻറ്റിമീറ്റർ ആണ് ഏറ്റവും വലിയ നമ്പർ. അത് വന്നിട്ടുള്ളത് പെന്നിനാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഏകദേശം പെന്നും പെൻസിലും അടുത്തടുത്താണ്. പെന്നിന് 13 സെൻറ്റിമീറ്ററും 12 സെൻറ്റിമീറ്ററാണ് പെൻസിലിന്. അപ്പോൾ ഏറ്റവും കൂടുതൽ നീളം കൂടുതൽ ആർക്കാണ്? പെന്നിനാണ്. അപ്പോൾ നമുക്കിവിടെ ഉത്തരം എഴുതാം. പെന്നാണ് നമ്മുടെ ഉത്തരം. പെന്നിൻ്റെ നീളം 13 സെൻറ്റിമീറ്റർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം പറയുന്നുണ്ട്. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഒബ്ജക്ട്സ് ആൻഡ് ദെയർ ലെങ്ത്സ് ഇൻ ഓർഡർ. ഈ തന്നിട്ടുള്ള വസ്തുക്കളുടെ പേരും നീളവും ആ ഓർഡറിൽ എഴുതാൻ. അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാൻ, അല്ലെങ്കിൽ വലുതിൽ നിന്ന് ചെറുതിലേക്കോ, അങ്ങനെ പ്രത്യേകിച്ച് ഓർഡർ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ചെറുതിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഏറ്റവും നീളം കുറവ് നമുക്ക് ആർക്കാണ്? ഇതിൽ ഏറ്റവും നീളം കുറവ് ആർക്കാണ്? 3 സെൻറ്റിമീറ്റർ ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും കുറവ് 3 സെൻറ്റിമീറ്റർ ആണ്, ഷാർപ്നറാണ്. അപ്പോൾ നമുക്ക് അവിടെ തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഷാർപ്നറാണ് ആദ്യം എഴുതുന്നത്. ഷാർപ്നർ. ഓക്കെ, എത്ര സെൻറ്റിമീറ്റർ ആണ്? 3 സെൻറ്റിമീറ്റർ. അത് കഴിഞ്ഞിട്ടുള്ള വലിയ ആളാരാണ്? ഇവിടെ 4 സെൻറ്റിമീറ്റർ ഇറേസർ ആണ്. അപ്പോൾ നമുക്കത് എഴുതാം. ഇറേസർ എത്ര സെൻറ്റിമീറ്റർ ആണ്? 4 സെൻറ്റിമീറ്റർ. ഇനി അടുത്തതായിട്ട് 5 സെൻറ്റിമീറ്റർ വരുന്നത് ലീഫ്, ഇലയ്ക്കാണ്. അപ്പോൾ നമുക്കിതാ ലീഫ് എത്രയാണ്? 5 സെൻറ്റിമീറ്റർ. ഇനി അടുത്തതായിട്ടോ 5 കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു. ഇനി അടുത്ത പെൻസിലും പെന്നും മാത്രം. അടുത്തതായിട്ട് പെൻസിലാണ് 12 സെൻറ്റിമീറ്റർ.
പെൻസിൽ 12 സെൻറ്റിമീറ്റർ. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് ആരാണുള്ളത്? നമ്മുടെ പെന്നാണ് 13 സെൻറ്റിമീറ്റർ. നമുക്കിവിടെ എഴുതാം. അപ്പോൾ കൂട്ടത്തിൽ ഏറ്റവും നീളം കൂടിയ പെന്നാണ് 13 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതേപോലത്തെ ചോദ്യങ്ങൾ നമുക്ക് എക്സാമിനൊക്കെ വരും. അപ്പോൾ മക്കളെ, ഇതിപ്പോൾ ഈ പെൻസിലൊക്കെ അവസാനിക്കുന്നത് 14ാമത്തെ സെൻറ്റിമീറ്ററിലാണ് എന്ന് കരുതി ആ പെൻസിലിൻ്റെ നീളം 14 അല്ല. അത് എവിടെ നിന്നാണ് തുടങ്ങിയത് എന്നിട്ടാണ് നമ്മൾ നോക്കാനുള്ളത്. അതായത് അവസാനിക്കുന്നതിൽ നിന്ന് ആ തുടങ്ങിയത് എന്ത് ചെയ്യുക, മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വസ്തുക്കളുടെ നീളം കൃത്യമായിട്ട് നമുക്ക് അളക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും കൃത്യമായിട്ട് മക്കൾ എന്ത് ചെയ്യും, ഇതേപോലുള്ള വസ്തുക്കൾ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ, പെൻസിലും റബ്ബറും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, മക്കൾ സ്കെയിൽ എടുത്തിട്ട് ഒന്ന് മെഷർ ചെയ്ത് നോക്കുക, എന്താണ് അതിൻ്റെ അളവ് എന്നൊക്കെ ഒന്ന് നോക്കി നോക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മക്കൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതേപോലുള്ള വീഡിയോസും അതേപോലെ ലൈവ് ക്ലാസ്സിലൂടെയൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക.